ഇനി ശുക്രൻ മകരത്തിൽ നിന്നാലുള്ള ഫലങ്ങൾ നോക്കാം. മകരം ഒരു ചരരാശിയാണ്, ഭൂരാശിയാണ്. ഭൂരാശിയായതുകൊണ്ട് ഇവരുടെ പ്രവർത്തനങ്ങളെല്ലാം ഒരു സ്ഥിരതയും, ചരരാശി ആയതുകൊണ്ട് അസ്ഥിരതയും, അങ്ങനെ ഒരു മിക്സഡ് ബിഹേവിയർ ആയിരിക്കും ഇവർക്ക് ഉണ്ടായിരിക്കുക. ഇവർ കൂടുതൽ പേരും വളരെ റിസേർവ്ഡ് ടൈപ്പ് ആയിരിക്കും. അത്ര ആരുമായിട്ടൊന്നും മിങ്കിൾ ചെയ്യാൻ അത്ര ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലായിരിക്കത്തില്ല. അതുപോലെ ഇവർ മനസ്സിലുള്ളതെല്ലാം അടക്കി വെച്ച് പുറമേ ഒന്നും കാണിക്കാതെ, ഇപ്പോൾ ദുഃഖമായാലും സന്തോഷമായാലും ഒന്നും അങ്ങനെ പുറമേ കാണിക്കുകയില്ല. കുടുംബജീവിതത്തിലായാലും ഇങ്ങനെയായിരിക്കും. ഭയങ്കര അവരുടെ മനസ്സിലുള്ളത് തുറന്നു പറയാത്തതുകൊണ്ടുള്ള വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് മനസ്സിൽ വെച്ച് പെരുമാറുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകാതെ ഒരു വഴക്കൊക്കെ ഇടത്തില്ലേ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് ഈ രാശിയുടെ അധിപൻ ശനിയല്ലേ, അപ്പോൾ ശനിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒരു അല്പം മെച്യൂരിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഇവരിൽ ഒരു ഇച്ചിരി മെച്യൂരിറ്റി കാണാനുള്ള സാധ്യതയുണ്ട്. ശനി ഡിസിപ്ലിൻ്റെയും കൂടി ഗ്രഹമല്ലേ, അതുകൊണ്ട് ഇവരിൽ കൂടുതൽ പേരേക്കും നല്ല ഡിസിപ്ലിൻ കാണാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ഒറ്റയ്ക്ക് നിൽക്കുന്നതിൻ്റെ ഫലമാണ് പറയുന്നത്. ശുക്രനെയും വേറൊരു ഗ്രഹങ്ങൾ ബാധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പാപബന്ധം ഉണ്ടാവുകയാണെങ്കിൽ ഈ പറയുന്ന ഫലങ്ങളൊന്നും ആയിരിക്കില്ല കിട്ടുന്നത്. അതെപ്പോഴും ഓർക്കണം. ഇവരുടെ സ്വപ്നങ്ങളെ കൈയെത്തി പിടിക്കാൻ ഇവർക്ക് വളരെയധികം പ്രയാസമായിരിക്കും. എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ചിലപ്പോൾ സക്സസ് എത്താത്ത പലരുമുണ്ട്. അപ്പോൾ ഇവരുടെ ജീവിത പങ്കാളിയും ഇങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് ഇവർക്ക് നിർബന്ധമുണ്ട്. മറ്റുള്ളവർ നമ്മളെ കളിയാക്കുമോ, നമ്മളെ തഴയുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാവാനുമുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണെങ്കിൽ ഇവർ കഠിനമായി അധ്വാനിച്ചതിന് ശേഷം ആയിരിക്കും പല കാര്യങ്ങളും ഇവർക്ക് കിട്ടുക. അങ്ങനെ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാനൊരു ടെൻഡൻസി ഇവരിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഭയങ്കര സീരിയസ് ആയിരിക്കും. ചില സമയത്ത് ഇവർ ഭയങ്കര എല്ലാ കാര്യങ്ങളും വളരെ സീരിയസ് ആയിട്ട് നോക്കിക്കാണുന്നവരായിരിക്കും. കൂടുതൽ പേർക്കും ജീവിതത്തിൽ നിരാശയൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണെങ്കിൽ ഈ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇവരുടെ ലക്ഷ്യത്തിലെത്താൻ ഒന്നുകിൽ ഇവർക്ക് മറ്റുള്ളവരുടെ സഹായം തേടേണ്ടി വരും, അല്ലെങ്കിൽ ഇവർക്ക് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. എന്തുകൊണ്ട്? എന്നാൽ ഈ രാശിയുടെ അധിപൻ ശനിയല്ലേ. പക്ഷേ മറ്റുള്ളവരുടെ ഐഡിയാസ് ഒന്നും ഇവർ സ്വീകരിക്കത്തില്ല. അതായത് ഫിസിക്കൽ ഹെൽപ്പേ സ്വീകരിക്കത്തുള്ളൂ, ഐഡിയാസ് ഒന്നും ഇവർ സ്വീകരിക്കത്തില്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സജഷൻ പറയുകയാണെങ്കിൽ അതെല്ലാം നിരാകരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അവരുടെ തന്നെ സ്കിൽസ് എല്ലാം ഉപയോഗിച്ച് ലക്ഷ്യത്തിലെത്താണ് ഇവർ ശ്രമിക്കുക. ഇങ്ങനെ വളരെയധികം സ്ട്രഗിളിലൂടെയൊക്കെ ഇവർ നേടിയെടുക്കുന്ന ഈ വിജയം പക്ഷെ ഒരുപാട് നാള് നിൽക്കും. ഇങ്ങനെ മകരത്തിൽ ശുക്രൻ നിൽക്കുന്നവർ വളരെയധികം സത്യസന്ധരാവാനായിട്ടും വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിട്ടും അവരുടെ തന്നെ അച്ചീവ്മെന്റിലൊക്കെ നല്ല പ്രൗഡായിട്ടുള്ളവരായിട്ടും പിന്നെ സൊസൈറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവരുമായിട്ടും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ളവരെയും കാണാൻ കഴിയും. എല്ലാ കാര്യങ്ങളിലും ഒരു പ്രാക്ടിക്കൽ അപ്രോച്ച് നമുക്ക് കാണാൻ കഴിയും. അവരുടെ മനസ്സിലുള്ള സ്നേഹമായാലും മറ്റ് ഫീലിങ്സ് ആയാലും എങ്ങനെ മറ്റുള്ളവരോട് തുറന്ന് കാണിക്കണമെന്ന് ഇവർക്ക് അറിയത്തില്ലായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെ കാണിക്കും, അങ്ങനെ ഒരു ഡൗട്ട് ഇവർക്കുണ്ടായിരിക്കും. കൂടുതൽ സമയം ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇവരിൽ കൂടുതൽ പേരും. എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, അങ്ങനെ ഒരു ചിന്താഗതി ഉള്ളവരായിരിക്കും. ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ. അതുപോലെ അവരുടെ ആ വർക്കിനോട് അവർക്ക് വളരെയധികം കമ്മിറ്റ്മെന്റ് കാണും. ആ വർക്ക് മറ്റുള്ളവരെ മുന്നിൽ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യണം എന്നുള്ളൊരു വിചാരവും അവർക്ക് കാണും. നമ്മൾ എന്ത് ചെയ്താലും അതിൽ നമ്മുടേതായുള്ള ഒരു സ്റ്റാമ്പ് പതിപ്പിച്ചിട്ട് പോകണമെന്നുള്ളൊരു വിചാരമായിരിക്കും ഇവർക്ക് ഉണ്ടാകുക. അതുപോലെ മറ്റുള്ളവരെ അവിടെ വർക്കിൻ്റെ മണ്ടയ്ക്ക് കൺട്രോൾ കാണിക്കുന്ന ഒരു ടെൻഡൻസിയും ഇവർക്ക് കാണും. നീതിയുമായിട്ട് ബന്ധപ്പെട്ട ജോലികളൊക്കെ, അതായത് വക്കീൽ, അഡ്വക്കറ്റ്, അങ്ങനെയൊക്കെ ഇല്ലയോ, അങ്ങനെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ജോലികളിൽ ഇവർ ശോഭിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. അതുപോലെ മാനേജ്മെന്റ് സ്കിൽസ് ഇവർക്ക് വളരെയധികം കൂടുതലായിരിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽസ് കാണും കൂടുതൽ. പ്രേമബന്ധങ്ങൾ അതുപോലെയുള്ള കാര്യം, വിവാഹം അതുപോലെയുള്ള കാര്യങ്ങളിലായാലും ഇവർ വളരെ പ്രാക്ടിക്കലായിരിക്കും. ഇത്രയൊക്കെ ഇങ്ങനെ ധനപരമായ ഇടപാടുകൾ അതിലെല്ലാം വളരെ പ്രാക്ടിക്കലായിരിക്കും. പിന്നെ സത്യസന്ധരായിരിക്കും ഇവർക്ക് ആ ജീവിതത്തിൽ. ഇവരെ ഉപയോഗപ്രദമല്ലാത്ത കാര്യങ്ങളിലൊക്കെ അവരുടെ സമയം ചിലവഴിക്കാൻ നമുക്ക് കാണാനേ കഴിയില്ല. എപ്പോഴും സമയം ഉപയോഗപ്രദമായിട്ട് ചിലവഴിക്കാൻ ഇവർ വളരെയധികം ശ്രദ്ധിക്കും. പലരും വളരെ സ്റ്റൈലിഷ് ആയിരിക്കും. ഇവരെ ഫാഷൻ ഗുരൂസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നതനുസരിച്ച് 30 വയസ്സ് വരെ ഇവർ വസ്ത്രദാനത്തിലൊന്നും വളരെയധികം ശ്രദ്ധ കാണത്തില്ല. വളരെ അഴുക്ക് പിടിച്ച വസ്ത്രങ്ങളും ഒക്കെ ധരിച്ചുകൊണ്ട് നടക്കുന്നവരായിരിക്കും. പലപ്പോഴും അവർക്ക് നല്ല രീതിയിൽ വസ്ത്രം ധരിക്കാൻ പറ്റിയെന്ന് വരികയില്ല. അപ്പോൾ സഹപാഠികൾ കൂട്ടുകാരൊക്കെ
കളിയാക്കും. അങ്ങനെയാണ് ഇവർ ഒറ്റപ്പെട്ട് നടക്കേണ്ട സാഹചര്യം വരുന്നത്. ഒരുപാട് പഴയ സാധനങ്ങളൊക്കെ എത്ര പഴകിയ ആയാലും ഇങ്ങനെ കൈവച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവരൊരിക്കലും അത് എറിഞ്ഞു കളയത്തില്ല. കാരണം എന്തെങ്കിലും അതിനൊരു ഉപയോഗം വരും, അങ്ങനെ ചിന്തിക്കുന്നവരായിരിക്കും. പൊട്ടിയ പാത്രങ്ങൾ, ഫർണിച്ചറിൻ്റെയൊക്കെ പീസസ്, അതുപോലെ പ്ലാസ്റ്റിക് ആയാൽ പോലും ഇവർ വെറുതെ കളയും, നമുക്ക് കാണാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് വക്രഗതിയിലുള്ള ശുക്രനും അത്ര നല്ലതല്ല. കുടുംബജീവിതത്തിലൊക്കെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചങ്ങ് നിന്നാൽ മതി. ഇവർക്കെല്ലാം പഴയ സാധനങ്ങളിനോട് കമ്പം കാണുമെന്ന് പറഞ്ഞില്ല, അതുപോലെ എല്ലാ സാധനങ്ങളും ഈ പഴയ ഡാൻസ്, പഴയ പാട്ട്, പഴയ സിനിമകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലായിരിക്കും താല്പര്യം കൂടുക. കാണാൻ കഴിയും. അതുപോലെയാണെങ്കിൽ ഇവർക്ക് എപ്പോഴും തലവേദന അങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻറ്റ് കാണാൻ കഴിയും. സൈനസ് ഇഷ്യൂസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ശനിക്ഷേത്രമായതിനാൽ വളരെയധികം മടിയൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഗ്രഹങ്ങളുടെ പൊസിഷൻ അനുസരിച്ചെല്ലാം വ്യത്യാസം വരുമേ. ഓം നമഃ ശിവായ.